പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി നമ്മൾ മലയാളികൾ ഒരു 86 വയസ്സുകാരിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 86 വയസ്സുകാരി അവർ VIP ആണ് എന്ന്, വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് എന്ന് കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതിയിലെ ജഡ്ജ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. നിങ്ങൾക്ക് നവകേരള യാത്രയ്ക്ക് പണമുണ്ട്, നിങ്ങൾക്ക് മറ്റ് ധൂർത്തിന് പണമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ വയോവൃദ്ധയ്ക്ക് പെൻഷൻ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പണമില്ലാത്തത് എന്നുള്ള രൂക്ഷ വിമർശനം ആ ന്യായാധിപൻ ഉയർത്തുന്നത് നമ്മൾ കേട്ടു. അതോടൊപ്പം തന്നെ ആ വയോവൃദ്ധയ്ക്ക് ക്രിസ്മസ് ഇല്ലെങ്കിൽ, അവർക്ക് പെൻഷൻ ലഭിക്കാത്തതുകൊണ്ട് ക്രിസ്മസ് ഇല്ലെങ്കിൽ എനിക്കും ക്രിസ്മസ് ഉണ്ടാവില്ല എന്നും ആ ന്യായാധിപൻ പറയുന്നത് നമ്മൾ കേട്ടു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരു വർഷക്കാലമായി ആ 85 വയസ്സുകാരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവർക്ക് 4 മാസമായി പെൻഷൻ കിട്ടിയിട്ടില്ല. അതിൽ 1 മാസത്തെ പെൻഷൻ ഇപ്പോൾ കിട്ടിയെന്നാണ് പറയുന്നത്. വളരെ ഈ പറഞ്ഞ പോലെ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആ വന്ധ്യ വയോധിക അവരിന്ന് കേരളത്തിലെ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അവർ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് അടിമാലി എന്ന് പറഞ്ഞ ചെറിയൊരു ടൗണിൽ അവരും അവരുടെ സുഹൃത്ത് അന്നക്കുട്ടിയുമായി ഈ പിച്ചതണ്ടി, പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് പിച്ചച്ചട്ടിയുമായി പിച്ചതണ്ടിയതോടുകൂടിയാണ് മറിയക്കുട്ടി ജനശ്രദ്ധയിലേക്ക് വരുന്നത്. സ്വാഭാവികമായി പിച്ചതണ്ടൽ വലിയ വാർത്തയായി. ആ വാർത്തയായതിനെ തുടർന്ന് തന്നെ CPM അവർക്കെതിരെ ശക്തമായി രംഗത്ത് വന്നു. അവർ ലക്ഷപ്രഭുവാണെന്നും അവർക്ക് 1.5 ഏക്കർ സ്ഥലമുണ്ടെന്നും അവരുടെ മകൾ എന്തോ വിദേശത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ദേശാഭിമാനി രംഗത്ത് വന്നു. പക്ഷേ അവർക്കെതിരെ അതിശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് ഈ മറിയക്കുട്ടി പൊടുന്നതിന് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. അതിനെ തുടർന്ന് സാധാരണ ചെയ്യാത്തതുപോലെ ദേശാഭിമാനിക്ക് തങ്ങളുടെ വാർത്തയിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു. അവിടെ നിന്ന് തുടങ്ങിയതാണ് CPM-ഉം CPM-ഉം അല്ലെങ്കിൽ ഭരണകൂടവും മറിയക്കുട്ടിയുമായിട്ടുള്ള ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ ഇന്നിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മറിയക്കുട്ടിയാണ് അജയ്യയായി നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതൊരു ദാവീദും ഗോലിയാത്തും തമ്മിലുള്ളൊരു സമരം പോലെയല്ലേ സുഹൃത്തുക്കളെ? ആലോചിച്ച് നോക്കി. ഒരു വശത്ത് മറിയക്കുട്ടി ഈ പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന, പെൻഷൻ മാത്രം കൊണ്ട് ജീവിച്ചു കൊണ്ടിരുന്ന, കഴിഞ്ഞ 3 മാസക്കാലമായി പെൻഷൻ ലഭിക്കാത്ത 86 വയസ്സുകാരിയായിട്ടുള്ള മറിയക്കുട്ടി. മറുവശത്താരാ? മറുവശത്ത് എല്ലാമുള്ള CPM-ഉം ഭരണകൂടവും. പണത്തിന് പണം, ആളിന് ആള്, കൊലയാളികൾക്ക് കൊലയാളികൾ, പോലീസിന് പോലീസ്, അധികാരത്തിന് അധികാരം, ഇതെല്ലാമുള്ള പാർട്ടിയും ഭരണകൂടവും. ഇതൊന്നുമില്ലാത്ത നിസ്വയായ ദരിദ്രയായ ഒരു 86 വയസ്സുകാരിയുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത്, അല്ലെങ്കിൽ മൂക്കേൽ മുട്ടുകുത്തി നിൽക്കുന്നതല്ലേ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ എന്താണ് ഈ മറിയക്കുട്ടി എന്ന് പറഞ്ഞ പ്രതിഭാസം എന്ന് നമ്മൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ? എങ്ങനെയാണ് മറിയക്കുട്ടി എന്ന് പറഞ്ഞ ഒന്നുമില്ലാത്ത ആ വനിതയ്ക്ക് എല്ലാമുള്ള CPM-നെയും ഗവൺമെൻറ്റിനെയും പിണറായി വിജയനെയും നിരന്തരമായി ഇങ്ങനെ അടിക്കാൻ ഉള്ള ഊർജം അവർക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? അവരെങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ അവരെ മനസ്സിലാക്കേണ്ടത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ദേശാഭിമാനി തുടങ്ങിയ കാലത്ത് ഒരു പാലോറ മാതയെക്കുറിച്ച് കേട്ടിരുന്നു. തൻ്റെ പശുക്കിടാവിനെ വിറ്റ്, തൻ്റെ ഏക വരുമാന മാർഗമായിരുന്ന ആ പശുക്കിടാവിനെ വിറ്റ് ആ പണം ദേശാഭിമാനിക്ക് കൊടുത്ത പാലോറ മാത. അതായത് സത്യത്തിന് വേണ്ടിയുള്ള അചഞ്ചലമായ പോരാട്ടത്തിൽ ഞാനും ഇതാ പങ്കാളിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാലോറ മാത എന്ന് പറഞ്ഞ ആ വനിത, ആ വന്ധ്യ വയോധിക അന്ന് ദേശാഭിമാനി തുടങ്ങുന്നതിന് വേണ്ടി തൻ്റെ ഏക വരുമാന മാർഗമായിരുന്ന പശുക്കുട്ടിയെ വിറ്റിട്ട് ആ പണം EMS-നെ ഏൽപ്പിച്ചത് എന്നുള്ള കാര്യം CPM-കാർ ഇപ്പോഴും വളരെ ആവേശത്തോടു കൂടിയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ യഥാർത്ഥത്തിൽ ആ പാലോറ മാതയുമായി താരതമ്യം ചെയ്യാൻ നിർബന്ധിതയാവുകയാണ് ഈ മറിയക്കുട്ടി ചേച്ചിയെ. ആ പാലോറ മാതയ്ക്ക് സമാനമായിട്ടുള്ള ഒരു വനിതയായി നമ്മൾ മറിയക്കുട്ടി ചേച്ചിയെ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ CPM-നെ ഇപ്പം മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഒക്കെ ഉണ്ട്, അവരുടെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ?
അവരുടെ ഒരു 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 സാമൂഹ്യ ബോധം, അവരുടെ ഈ പറഞ്ഞതുപോലെ അവരുടെ ഈ എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിലുള്ള ഒരു ആശയ പ്രചരണം, അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള ധാരണ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അവരെ കാണാൻ പോയിരുന്നു. സത്യം പറഞ്ഞാൽ അവരുടെ ഒരു രാഷ്ട്രീയ ബോധം, അവരുടെ ഒരു 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 ഈ പറഞ്ഞ പോലെ ആശയ സംവാദത്തിൻ്റെ ഒരു രീതി, കാര്യങ്ങൾ പറയുന്നത്, ഇതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് അവരെ ഞാൻ കാണുന്നത് കഴിഞ്ഞ ദിവസം. അവരുടെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അവരുടെ ഒരു പ്രതികരണം, അവരുടെ വളരെ നൈസർഗികമായിട്ടുള്ള അവരുടെ പ്രതികരണം, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാം. അതുപോലെ അതിലൂടെ അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം, അതായത് സാമൂഹ്യ ബോധമുള്ള സമത്വത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയം. ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നവകേരള സദസ്സിലൊക്കെയുള്ള പൗരപ്രമുഖരുടെ രാഷ്ട്രീയമല്ല. ആ പൗരപ്രമുഖർ ആരാണെന്നും അവരുടെ താല്പര്യം എന്താണെന്ന് നമുക്കറിയാം. ആ രാഷ്ട്രീയമല്ല, അതിന് നേരെ എതിർദിശയിലുള്ള രാഷ്ട്രീയമാണ് മറിയക്കുട്ടി ചേച്ചി പ്രസരിപ്പിക്കുന്നത്. അതായത് അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്ന് അവർ സ്വായത്തമാക്കിയ പ്രബുദ്ധതയുടെ രാഷ്ട്രീയം മറിയക്കുട്ടി അമ്മയിലൂടെ കേരളത്തിൽ പ്രതിഫലിക്കുന്നത് ആ പ്രബുദ്ധതയുടെ രാഷ്ട്രീയമാണ്. ഇനി മറിയക്കുട്ടി അമ്മയുടെ ഓരോ ഈ പറഞ്ഞ പോലെ ഓരോ നമ്മൾ അവരുടെ ഓരോ പ്രതികരണങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കി. എത്ര നൈസർഗികമായി, എത്ര സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രതികരണം. ഞാൻ ഇന്നലെ അവിടെ നിന്ന് റിപ്പോർട്ടർ എൻ്റെ സാന്നിധ്യത്തിൽ മറിയക്കുട്ടി അമ്മയോട് ചോദിച്ചു, നിങ്ങൾക്ക് പിണറായി വിജയനെ പേടിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ പെട്ടെന്നുള്ള മറുപടി എന്താണ്, ഞാനെന്തിനാണ് പിണറായി വിജയനെ പേടിക്കുന്നത്? പിണറായി വിജയൻ ഒരാണും ഞാനൊരു പെണ്ണുമല്ലേ? അതിനപ്പുറത്ത് എന്താണ്, ഞാനെന്തിനാണ് പിണറായി വിജയനെ പേടിപ്പിക്കുന്നത്? പക്ഷേ പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ ഈ കൊല്ലുന്ന പണിയുണ്ടല്ലോ, ഇതൊന്ന് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. ഈ നിലയിലാണ് അവരുടെ പ്രതികരണം. പെൻഷനുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രതികരണം എന്ന് പറഞ്ഞാൽ എന്താ, പിണറായിയുടെ മകൾ വീണയ്ക്ക് മാസപ്പടി വാങ്ങിക്കാമെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ ലഭിക്കാൻ അർഹതയില്ലേ? ഇതാണ് അവരുടെ ചോദ്യം. അതുപോലെ അവർ വേറൊരു അവസരത്തിൽ പറഞ്ഞെന്താണ്, എനിക്ക് മാത്രം പെൻഷൻ കിട്ടിയാൽ പോരെ, എല്ലാവർക്കും പെൻഷൻ കിട്ടണം, എല്ലാവർക്കും പെൻഷൻ ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് പെൻഷൻ കിട്ടിയാൽ മതി, അല്ലാതെ എനിക്കെൻ്റെ കാര്യം മാത്രമല്ല, എൻ്റെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിച്ചാൽ പോരാ, എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്ന് അവർ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ അതിൽ വളരെ നൈസർഗികമായിട്ടുള്ള, വളരെ ആഴത്തിലുള്ള, വളരെ രാഷ്ട്രീയ ബോധത്തോടു കൂടിയുള്ള പ്രതികരണമാണ് ആ വനിത നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആ പിച്ചതണ്ടൽ പ്രതിഷേധം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിശക്തമായിട്ടുള്ള ഒരു സന്ദേശമല്ലേ അവർ അതിലൂടെ നൽകിയത്, പിച്ചച്ചട്ടിയുമായിട്ടുള്ള അവരുടെ പ്രതിഷേധം. ആ പ്രതിഷേധത്തിലൂടെ അവർ കേരളത്തിൽ പെൻഷൻ ലഭിക്കാത്ത വിഷയമൊക്കെ വലിയ തോതിലുള്ള ചർച്ചാ വിഷയമാക്കി അവർ കൊണ്ടുവരികയല്ലേ ചെയ്തത്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു രീതി, അതിൻ്റെ ഒരു ആഴത്തിലുള്ള ഒരു പ്രത്യാഘാതം, ആഴത്തിലുള്ളൊരു ഇമ്പാക്റ്റ്, അത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ കറുത്ത തുണിയോടുള്ള അവരുടെ പ്രതികരണം, കറുത്ത തുണി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരെന്താ ചെയ്തത്, ഒരു അടിവസ്ത്രം ഉയർത്തി കാണിക്കുക ചെയ്തത്. അവർ യഥാർത്ഥത്തിൽ അവർക്ക് വേണമെങ്കിൽ ഒരു കറുത്ത തുണി ഉയർത്തി കാണിക്കാമായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു കറുത്ത ചട്ടയും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇടാമായിരുന്നു. പക്ഷേ അവർ ആ കറുത്ത അടിവസ്ത്രം ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള അവരുടെ പ്രതിഷേധമുണ്ടല്ലോ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ ഭീകരമായിരുന്നില്ലേ സുഹൃത്തുക്കളെ? അപ്പം അതിലൂടെ അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റാണ് ഞാൻ പറഞ്ഞ പോലെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഒന്നുമില്ലാത്ത ഒരു സ്ത്രീ, ഒരു പരമദരിദ്രയായിട്ടുള്ള ഒരു സ്ത്രീ, പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീ, അവർ കേരളത്തിലെല്ലാമുണ്ട് എന്നും എന്ത് ചെയ്യാൻ അവകാശമുണ്ടെന്നും എന്ത് അഴിമതി കാണിക്കാൻ അവകാശമുണ്ടെന്നും എന്ത് അടിച്ചമർത്തൽ നടത്താൻ അവകാശമുണ്ടെന്നും എന്ത് വൃത്തികേടും കാണിക്കാൻ അവകാശമുണ്ടെന്നും ഒക്കെ നമ്മൾ കരുതി വച്ചിരുന്ന പിണറായി വിജയൻ്റെ മസ്തകം പൊളിക്കുന്ന പ്രതികരണമാണ് അവരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രതികരണത്തിന് മുന്നിൽ ഈ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയ ശക്തികളെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ കടലാസ് കൊട്ടാരം പോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ജനാധിപത്യത്തിനൊരു സൗന്ദര്യമാണ്. അതുകൊണ്ട് മറിയക്കുട്ടി അമ്മ എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തിനെ നമ്മൾ ഒരു മാസം കണ്ടു, ഇനിയും നമ്മൾ കാണാൻ പോവുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ ഈ ഭരണകൂടവും പിണറായി വിജയൻ്റെ ഈ പാർട്ടിയും മറിയക്കുട്ടി അമ്മ എന്ന് പറയുന്ന ആ പ്രതിഭാസത്തിന് മുന്നിൽ അവർ നിശ്ചലരായി, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതിയിലെ ജഡ്ജി പോലും ഈ പറഞ്ഞ പോലെ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞ ആ മറിയക്കുട്ടി അമ്മയ്ക്ക് മുന്നിൽ
നമുക്ക് ശിരസ്കരായി നിൽക്കുകയും മറിയക്കുട്ടിയമ്മ ഈ ഭരണകൂടത്തിനെതിരെയും CPM-നെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന അചഞ്ചലമായിട്ടുള്ള പോരാട്ടത്തിന് നമ്മുടെ എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ ഉള്ളറിഞ്ഞ പിന്തുണ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എല്ലാ മലയാളികളുടെയും കടമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറിയക്കുട്ടിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ അടിത്തട്ടിലുള്ളവരിൽ നിന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കുന്ന നല്ലവരിൽ നിന്നും മറിയക്കുട്ടിയമ്മയ്ക്ക് വലിയ തോതിലുള്ള പ്രചോദനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് മറിയക്കുട്ടിയമ്മ തന്നെ നേരിട്ട് എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മറിയക്കുട്ടിയമ്മ എന്ന് പറഞ്ഞ ഈ പ്രതിഭാസം ഇത് CPM-നും ഭരണകൂടത്തിനും നൽകിയിരിക്കുന്ന അശാന്തിയുടെ നാളുകൾ ഇനിയും തുടരുക തന്നെ ചെയ്യും എന്ന് ആണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്.